എൻ്റെ മാതാവും പിതാവും രക്ഷിക്കപ്പെട്ടത് ഇതുപോലൊരു സുവിശേഷ യോഗത്തിൽ. ഞാനന്ന് തിരിച്ചറിവില്ലാത്തൊരു പിഞ്ചു കുഞ്ഞ, ഏകദേശം 4-5 മാസം മാത്രം എനിക്കുള്ളപ്പോൾ എൻ്റെ വലിയപ്പച്ചൻ പള്ളിയിൽ അച്ഛനായിരുന്നു. എൻ്റെ പിതാവിൻ്റെ അപ്പൻ ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹം ആ നിൽക്കുന്ന പൗരോഹിത്യ സഭയുടെ ഉന്നത സ്ഥലത്തെത്തേണ്ട ആ തലത്തിൽ യോഗ്യത പ്രാപിച്ച ആളായിരുന്നു. ഒരു ബിഷപ്പായി അടുത്തൊരു ടേണിൽ മാറേണ്ട അതിനു മുമ്പേ മരിച്ചു, നരകത്തിൽ പോയി. അത് പറയാൻ പേടിയൊന്നുമില്ല. സ്വത്രം. അത്തരം ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക്, ഞാൻ 5 മാസം പ്രായം ഏകദേശം ഉള്ളപ്പോൾ, ഞാൻ ജനിച്ച 3-ാം മാസം മുതൽ എൻ്റെ മാതാവും പിതാവും തമ്മിൽ വലിയ പ്രതികൂല പ്രശ്നത്തിലേക്ക് നീങ്ങി. വലിയ പ്രതികൂലം, തമ്മിൽ ചേർച്ചയില്ലാത്ത അനുഭവം. എനിക്ക് 5 മാസം പ്രായമുള്ളപ്പോൾ എന്നെ മടിയിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അമ്മ ഞങ്ങളുടെ കുടുംബ വീടിൻ്റെ തിണ്ണയിലിരിക്കുമ്പോൾ വാതിൽ വഴിയുണ്ട്. വൈകുന്നേരം എൻ്റെ അമ്മ എന്നെ മടിയിൽ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വഴിയിൽ കൂടെ നടന്നു പോയ സഹോദരി, ചേച്ചി എൻ്റെ കൂടെ കൺവെൻഷനുമാണ്, യേശു സമാധാനം നൽകും, യേശു ജീവിതത്തെ പണി. ഈ 2 വാക്ക് കേട്ട് ഫറവോൻ്റെ ഹൃദയം കഠിനമായിരുന്ന പോലെ അകത്തെ കഠിന ഹൃദയന എൻ്റെ അപ്പനുണ്ടായിരുന്നു. എൻ്റെ അപ്പനോട് അമ്മ ചോദിച്ചു, ഞാൻ പൊക്കോട്ടെ ജംഗ്ഷനിൽ നടക്കുന്ന കൺവെൻഷൻ. പെട്ടെന്ന് ഫറവോൻ്റെ ഹൃദയം അലിഞ്ഞതുപോലെ എൻ്റെ അപ്പൻ പറഞ്ഞു, പൊക്കോ. കെട്ടിയ തുണിയൊക്കെ ഉടുത്ത് എന്നെയും ചെറിയ തൊടിയിലൊക്കെ എടുത്ത് ഉടിപ്പിച്ച് എൻ്റെ അമ്മ ആ ചേച്ചിയുടെ കൂടെ, ആ ആൻറ്റിയുടെ കൂടെ കൺവെൻഷൻ ഏറ്റവും മുൻപിൽ പോയി. എൻ്റെ പിതാവ് അല്പം കഴിഞ്ഞപ്പോൾ ഹൃദയം കഠിനമായി. എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും ആ കാലത്ത് പെന്തിക്കോസുകാരുടെ യോഗത്തിന് പോകുമെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ കുപ്പായത്തെ ചേറുവാരി എറിയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഞാനവരെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട പുറകെ പിടിക്കാൻ വന്ന എൻ്റെ ഫാദർ വടന്നു വന്നപ്പോൾ എൻ്റെ അമ്മ പുറകെ വരുന്നതറിയാതെ ഫ്രണ്ടിൽ പോയിരുന്നുകൊണ്ട് എൻ്റെ ഫാദറിന് പൊടുന്നനവേ യോഗത്തിന് കയറി വന്ന് മുൻപിൽ നിന്ന് വിളിക്കാൻ നാണമായതുകൊണ്ട് അദ്ദേഹം പെട്ടുപോയി. റോട്ടിൽ പുറകിൽ ഒരു പോസ്റ്റിൽ ചാരി നിന്നു. എന്നിട്ട് തീരുമാനമെടുത്തു, ഇന്ന് അവിടെ ഇരിക്കട്ടെ, തീർന്ന ഉടനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകണം, ഇനി മേലാൽ പെന്തിക്കോസുകാരുടെ കൺവെൻഷനോ യോഗത്തിനോ പോയേക്കരുത് എന്ന് പറയാൻ വേണ്ടി ഗൗരവമായ തീരുമാനത്തിൽ കൺവെൻഷൻ്റെ ഗ്രൗണ്ടിൽ പുറകിൽ റോട്ടിൽ പോസ്റ്റിൽ ചാരി നിന്നു. അന്ന് രാത്രി അവിടെ സുവിശേഷം പറഞ്ഞ ദൈവദാസൻ പ്രസംഗിച്ച വാക്യം ഇതാണ്: സക്കായി, നീ ബന്ധപ്പെട്ട വേഗത്തിൽ താഴെയിറങ്ങുക, നീയും അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ ഇന്ന് നിന്റെ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഈ പ്രസംഗിച്ചിട്ട് ഇന്നത്തെ പോലെ മഴയുണ്ടോ എന്നല്ല അന്ന് ചോദിക്കുന്നത്. ആർക്കെങ്കിലും മഴയുണ്ടോ, ക്യാൻസർ ഉണ്ടോ, ഇപ്പം ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ പോകും, അങ്ങനെ ബോധമില്ലാത്ത കാലമല്ല. അന്ന് ദൈവദാസൻ ചോദിച്ചത് യേശുക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതിയും ക്രൂശിനെ ഉയർത്തിയിട്ട് ചോദിച്ചു, ഈ യേശുവിൽ കൂടെയുള്ള പാപമോചനം ആർക്ക് വേണം? ഈ സമാധാനം നൽകുന്ന യേശുവിനെ ആർക്ക് വേണം? ഈ നിത്യജീവൻ നൽകുന്ന യേശുവിനെ ആർക്ക് വേണം? സൗജന്യമായി നിങ്ങളുടെ പാപത്തിന് പരിഹാരം തരുന്ന, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരുന്ന, നിങ്ങൾക്ക് മരണമില്ലാത്ത വീടും വാസവും തരുന്ന യേശുവിനെ ആർക്ക് വേണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഫാദർ പുറകിൽ വന്നതറിയാതെ എൻ്റെ അമ്മ കൈ ഉയർത്തി. എല്ലാമേ കലിച്ചു നിന്ന് ഒന്ന് ശോകം കേട്ട എൻ്റെ പിതാവ് റോട്ടിൽ നിന്ന് കൈ ഉയർത്തി. 2 പേരും ഫ്രണ്ടിൽ വന്നു, ഒത്തിരി പേര് വന്ന കൂട്ടത്തിൽ. അന്ന് അവർ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു.
അന്ന് രാത്രി ഞങ്ങളുടെ വീടിൻ്റെ വാതിൽ അടഞ്ഞു. ഞങ്ങളുടെ വലിയപ്പച്ചൻ പുരോഹിതൻ പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, പെന്തക്കോസ്തിൽ പോകുകയാണെങ്കിൽ നീ എൻ്റെ മകനല്ല, എനിക്കിങ്ങനൊരു മകനില്ല, ഒരീർക്കിലിക്ക് പോലും നിനക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കി. വീടടഞ്ഞെങ്കിലും സ്വർഗം തുറന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്വർഗം തുറന്നു. അതിന് മുൻപന്തിയിൽ നിന്ന ഞങ്ങളുടെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ അടക്കമുള്ള ആളുകൾ ഞങ്ങളെ ഇറക്കി വിട്ടെടുത്ത് വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനിടയായി തീർന്നു. ഞങ്ങൾ പുറകോട്ട് പോയില്ല. രക്ഷിക്കപ്പെടാനും നിത്യജീവനെ പ്രാപിക്കാനും ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ക്രൈസ്തവ മതത്തിനൊരിക്കലും രക്ഷ നൽകുവാൻ കഴിയില്ല. ക്രിസ്തു മാർഗത്തിനല്ലാതെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിനും യേശു ക്രിസ്തുവിന്റെ രക്തത്തിനുമല്ലാതെ, ക്രൂശിലെ രക്തത്തിനുമല്ലാതെ ഒരു മനുഷ്യനും രക്ഷ നൽകുവാൻ, നിത്യജീവൻ നൽകാൻ മറ്റൊരു സംവിധാനം ദൈവം ഒരുക്കിയിട്ടില്ല. ഒരു മലകൾ കയറിയാലും, ഒരു പുണ്യസ്ഥലം സന്ദർശിച്ചാലും, എന്തെല്ലാം പൂജകളും കർമ്മങ്ങളും മെഴുകുതിരിയോ സാമ്പ്രാണിയോ റാസായോ എഴുന്നള്ളത്തോ മനുഷ്യനും മതവും ചേർന്ന് മുന്നോട്ട് വെച്ച എന്തൊക്കെ പരിപാടി നടത്തിയാലും നിന്റെ പൈസ കളയാമെന്നല്ലാതെ ഒരിക്കലും നിനക്ക് നിത്യജീവനെ നൽകുവാൻ, നിനക്ക് രക്ഷ നൽകുവാൻ ലോകത്തിലുള്ള ഒരു മതങ്ങൾക്കും കഴിയില്ല. മാതാവേ, കഴിയില്ല. പിതാവേ, കഴിയില്ല. കൂടപ്പിറപ്പേ, മനുഷ്യന് നിത്യജീവനെ നൽകാൻ രക്ഷാ പദ്ധതി ഒരുക്കിയ ദൈവത്തിൻ്റെ ഒരേ ഒരു സംവിധാനമുണ്ടെങ്കിൽ ഇന്നേക്ക് 2025 വർഷങ്ങൾക്കപ്പുറത്തെ ഗോൽഗോഥയിൽ, പാലസ്തീന്റെ പച്ച മണ്ണിൽ പാപമില്ലാത്ത ഒരുവൻ അവൻ ഗോൽഗോഥയുടെ മലയിൽ പാപികൾക്കായി പാപത്തിന്റെ ശിക്ഷയും ശാപത്തിന്റെ ഭാരവും ഏറ്റെടുത്ത് അവൻ സ്വന്തം ശരീരത്തിലെ രക്തമൂറ്റി മരിച്ച് സകലം നിവർത്തിയാക്കിയ ഒരേ ഒരു രക്ഷിതാവ്, ഒരേ ഒരു പാപമോചകൻ, ഒരേ ഒരു ദൈവം, അവന്റെ പേരാണ് യേശു ക്രിസ്തു. ഒരിക്കൽ കൂടി ഞങ്ങൾ ധൈര്യപൂർവ്വം വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ യേശു ക്രിസ്തു എന്ന ഏകമാർഗമല്ലാതെ രക്ഷയ്ക്കായി, നിത്യജീവനായി, പാപമോചനത്തിനായി മറ്റൊരു മാർഗം ഇല്ല. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ.